കേറി കഴിഞ്ഞ എങ്ങട്ടെ എവിടം വരെ പോവും? ശിവരം. അത് ബസ്. അന്റെ ആരെയാ ചോദിച്ചത്? എവിടെ വരെ വേണേലും പോവും. എന്നാൽ അത് അറവങ്കര തറവാട്ടിൽ പെണ്ണ് കെട്ടാൻ എത്തുന്നു വിചാരിക്കണ്ടേ? ബസ്സുകാരനെ പെൺകുട്ടികളെ വഴിതെറ്റിക്ക? ബസ്സുകാരനോലെ വഴിതെറ്റിക്കലല്ല, ഓലെ എത്തിക്കുന്നിടത്ത് എത്തിക്കൽ എന്റെ പണി. ബസ്സിൽ കയറുണ്ട് ഇതുവരെ ഏതെങ്കിലും പെൺകുട്ടികൾ വഴിതെറ്റിട്ടുണ്ടോ? ബസ്സുട്ടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ബസ്സാണ് സത്യം. നന്നായിട്ടുള്ളൂ കണ്ട. എന്നാലും ബസ് ഒന്ന് സൈഡാക്കിയെന്ന് അറിയട്ടാ. വേറെ യാത്രക്കാരുള്ളതാണ്, ബുദ്ധിമുട്ടാക്കൽ. ഒന്നറിയിക്കലേ. പോക്കിത്തരം കാണിച്ചിട്ട് പിന്നെ വമ്പത്തരം പറയുന്നോടാ. പോക്കിരുത്തരം കാണിക്കുന്നവർ മതപ്രസംഗം നടത്തുന്നു വിചാരിച്ചോ? ചക്കരേ വേണ്ടട്ടോ, വേണ്ട. സഹോദര, മിനിമം ആഴ്ചയിൽ 5 അടിയാണ് ഈ വണ്ടിയിൽ. ഈ ആഴ്ചയിലെ കോട്ട തീർന്നു. ഓവർലോഡിന് ചാൻസ് ഉണ്ടാക്കല്ലേ. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പിരിയാം. കയ്യും കാലും വെട്ടിക്കളി നായ്ക്കളെ. അതെ, കളി കുഞ്ഞാക്കിയോട് വേണ്ട, ഞങ്ങൾ യാത്രക്കാരിടപെടും. അപ്പൊ അതൊരു കൂട്ടക്കളിയാവും. ഞങ്ങള് തീർക്കാൻ കയറിയതല്ലേ, ഒന്ന് തുടങ്ങി വെക്കാൻ. അനക്കറിഞ്ഞൂടാ ഫാസുലുദ്ദീൻ ആരാണെന്ന്. അറവങ്കര തറവാട്ടിലെ സ്വത്തും പണവും കണ്ടിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ പഞ്ചാരവാക്കും പറഞ്ഞ് മനം മാറ്റി കെട്ടിക്കൊണ്ടുപോവാൻ എങ്ങാനും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈയോ എന്റെ ബസ് റോട്ട് കിടന്ന് അങ്ങനെ കത്തും, തീയിടും. ചേച്ചേ ഇപ്പൊ കത്തിക്കണ്ടോ? ഉണ്ടെങ്കിൽ ഈ യാത്രക്കാരൊന്ന് പുറത്തേക്കാക്കണം. അതല്ല പിന്നീടാണെങ്കിൽ ഞാൻ പൈസയും വാങ്ങി ടിക്കറ്റ് കൊടുത്ത യാത്രക്കാരെ എത്തിക്കേണ്ടത് എത്തിക്കണം. നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഞാനും എന്റെ ബസ്സും ദുനിയാവിന്റെ അങ്ങേ അറ്റത്തേക്കൊന്നും പോണില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണ് ചോദിക്കല്, പെണ്ണ് കാണല്, കെട്ടിക്കല്, ഇതൊക്കെ തറവാട്ടുകാര് പുരയിൽ വെച്ചാ നടത്തുക, നിരത്തുമ്മൽ വെച്ചല്ല. കാണാമക്ക് നിരത്തുമ്മ തടഞ്ഞ പൊരയിൽ വരും. അങ്ങനെ ഒരു തകരാറുണ്ടെങ്കിൽ അറവങ്കര ഫസലുദ്ദീൻ പറഞ്ഞാന്ന് കേട്ടിക്കണ്. എന്നാ പിന്നെ നിങ്ങൾ തമ്പുരാക്കന്മാര് പറഞ്ഞങ്ങോട്ട് നടത്തിക്കോട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു. എന്നാ പെട്രോള് അതാക്കണം എന്റെ ബസ്. കത്തിക്ക്. അരിയിൽ നിന്ന് ആശാരിച്ചീനിയും കടിച്ച് പിന്നെയും നായക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ അതിലായാലോ? അല്ല, എന്താ എന്റെ ഉദ്ദേശം? നിങ്ങളെ ഉദ്ദേശം നടത്തുക, അതന്നെ എന്റെ ഉദ്ദേശം. കത്തിക്ക്. സന്തോഷായില്ലേ? കണ്ണിക്കണ്ട പെറുക്കികളൊക്കെ വീട്ടിന്റെ ഉമ്മർത്തൊന്നും വമ്പത്തനം പറഞ്ഞ് കേൾപ്പിച്ചില്ലേ? വമ്പത്തരം ഞാൻ നേരത്തെ ബസ്സിൽ വെച്ച് അധികം വിളമ്പായിരുന്നത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദോഷവും ചീത്തപ്പനും ഉണ്ടാക്കുന്നത് കരുതിയിട്ടാ. നാട്ടുകാരെ മുമ്പിൽ കൈനീട്ടി ഇറക്കുന്ന ഒരു ബസ് കണ്ടക്ടറാ ഞാൻ. എന്ന് നഷ്ടപ്പെടാൻ ആചാര്യ. ഞാൻ നിങ്ങളെ പുറകിൽ പെണ്ണ് വെച്ച് വന്നിട്ടില്ലല്ലോ. പ്രായവും പക്വതയും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളെ മോള് ഇന്റെ കൂടെ ഇറങ്ങി പോരുമെന്ന് പറഞ്ഞാ ഇപ്പോ ഈ നിമിഷം ഞാനോളെ കൊണ്ടു. കട്ടും കവർന്നും കള്ളക്കടത്ത് നടത്തിയും കള്ളു വിറ്റ് 4 മുക്കാല് കയ്യിൽ വരുമ്പോ ഈ കാലിനടിയിലുള്ള ഭൂമി ഒരു ചെറുനാരങ്ങാണെന്ന് തോന്നും ചില മുതലാളിമാർക്ക്. പാവപ്പെട്ടവന്റെ മേൽ കുതിരയേറുക, റോട്ടുമലിട്ട് ബസ് എത്തിക്കുക, പിന്നെന്തെല്ലാം ആഗ്രഹങ്ങളാണ്. ചുരുക്കി പറഞ്ഞ പടച്ചോനെ മറക്കാന്ന് പറയും. നരകത്തിന് തീർത്ത് ബീഡി കത്തിക്കല്ലേ ഫസലുദ്ദീനാചാര്യ. ആരാർക്ക് എണ്ണ തൊടാന്ന് പടച്ചമ്പരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെ മോളിക്കുള്ളതാണെന്ന് ആ പടച്ചമ്പരാൻ തീരുമാനിച്ച ഓൾ എന്റെ പൊറുക്കും. മേലിൽ ബമ്പത്രവും പെട്രോളും കൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ, തീയായിരിക്കും ഇവിടെ, ജഹന്നത്തിലെ തീ. അസ്സലാമു അലൈക്കും. അമ്മേ, 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 വാതിൽ തുറക്കമ്മേ. അച്ഛനെത്തും എന്നിട്ട് ചെയ്താ പോരെ. അമ്മ വാതിൽ തുറക്ക്. മതിയായി എനിക്ക് ഈ നശിച്ച SSLC ജീവിതം. എന്റെ മക്കളെ വാസുവിന്റെ മൊത്തം ഞാൻ എങ്ങനെ നോക്കും? ഞാൻ ജീവിക്കാൻ മറന്നുപോയൊരു സ്ത്രീയാണ്. ഈ മരണത്തിലെങ്കിലും എനിക്ക് ജയിക്കണം. അമ്മേ, അമ്മ തോറ്റാലെന്താ? രേഷ്മ ജയിച്ചില്ലേ? സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കതൊക്കെ പറയാൻ കുഞ്ഞേ. പിന്നെയും പിന്നെ SSLCക്ക് പരാജയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അച്ഛനും മനസ്സിലാവില്ല. അമ്മ അങ്ങനെ പറയരുതമ്മേ. നീ വേണ്ടി പോയത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി പരീക്ഷ എഴുതുമ്പോ നിന്റെ ഉത്തരക്കടലാസ് എന്നെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കടുക ചെയ്യേണ്ടി വരുമായിരുന്നോ? അമ്മ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിക്കോ, എന്നാലും തൂങ്ങിച്ചാവല്ലേ. പിന്നെ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് പേടിയാവും അല്ലേ? ഇല്ല മക്കളെ, എന്റെ പ്രേതം പോലും നിങ്ങൾക്കൊരു ബേർഡനാവില്ല. കഴിഞ്ഞോ? ഇല്ല, യജ്ഞം നടന്നോണ്ടിരിക്കുക.
പെൺപിള്ള 10ാം ക്ലാസ് പരീക്ഷ പോലെ ആത്മഹത്യയും ഇത്രയും സമയം വേണോ? ചെയ്താലും തീരൂല. നമ്മുടെ അമ്മ. കൺഗ്രാചുലേഷൻ. അതിനിടക്ക് നീ പാസ്സായല്ലോ. അമ്പിളി വേണ്ട, സംസാരിച്ച് എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണ്ട. കത്ത് മക്കളെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കത്തെഴുതി അറിയിക്കാൻ നമ്മൾ 2 രാജ്യത്തൊന്നും തൊല്ലല്ലോ. ഒരു വാതിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? തുറക്ക്, കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓപ്പൺ ദ ഡോർ അമ്പിളി. കണ്ടോങ്കി കണ്ടോ, ഞാൻ പിടഞ്ഞ് അവസാനിക്കുന്ന ലൈവായിട്ട് കണ്ടോ. പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. പിന്നെ അമൃത വാതിൽ ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. പിന്നാമ്പുറത്തെ വാതിൽ എവിടെയാണ്? അത് പിന്നാമ്പുറത്തല്ലേ? ആണോ? ബോഡി ആവിയായി പോയി. ഈശ്വര, തല ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അച്ഛനായിട്ട് താങ്ങിയ അമ്മ ഒന്ന് താങ്ങ മക്കളെ. അയ്യോ, എന്നെ കൊല്ലാൻ നോക്കുന്നു. നിസ്സാരമായ തൂങ്ങി മരണത്തിൽ പോലും നിനക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അമ്പിളി. ഞാൻ എന്ത് ചെയ്തു? നിന്റെ പരീക്ഷ പേപ്പർ ഞാനല്ലല്ലോ നോക്കിയത്. മിണ്ടിപ്പോയത്. ഡിസ്കൗണ്ട് സെയിലിൽ 30 രൂപയുടെ സാരി വാങ്ങിക്കൊണ്ടു എന്നെ പറ്റിച്ചിട്ട് 10ാം ക്ലാസ് തോറ്റ് നാറിയതിനേക്കാൾ നാറ്റക്കേസായി പോയത്. എത്രയോ എളുപ്പത്തിൽ എത്രയോ നിസാരമായ ആൾക്കാർ നിരന്തരം ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ നാട്ടില് എനിക്ക് ഗതി വന്നല്ലോ ഈശ്വര. നന്നായിരിക്കണം ഭാര്യമാരെ അന്തസ്സായിട്ട് ആത്മഹത്യ ചെയ്യണോ? നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അസ്ഥല 1 തരം കയറിന്റെ സരി ഉണ്ടാക്കി വെച്ചേനല്ല. എബ്രഹാം ലിങ്കൺ ഒറ്റ ഒരുത്തന എന്റെ ജീവിതം നശിപ്പിച്ചത്, എന്നെ ചതിച്ചത്. ഇത്രയും സേഫ്റ്റി പിന്നുകളുമായി നടന്നിട്ടും നീ സേഫ് ആയില്ലെന്നോ? എന്നാണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് സംഭവിച്ചത്? ആരാണ് നിന്നെ പീഡിപ്പിച്ച എബ്രഹാം പോറ്റി? അയ്യോ, പോറ്റിയല്ല അയാള്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരായ അദ്ദേഹമായിരുന്നു. തൂപ്പുകാരിയിൽ നിന്ന് പ്യൂണായി വളരാനുള്ള എന്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം. എല്ലാം അവസാനിച്ചില്ലേ? ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഭാര്യാഭർത്ത ബന്ധം. അയ്യോ വാസേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ. താങ്ക് യു. അമ്പിളി, നിനക്കൊരു മരണത്തിന്റെ നാറ്റമുണ്ട്. നീ വേഗം ചെന്ന് പൊല കുടിച്ചിട്ട് പാ. അച്ഛാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. വേണോടി, നിനക്ക് അത് തന്നെ വേണം. ആ പോയ ജനത്തിന്റെ അല്ലേ മോള്? അമ്മയും കുട്ടി പോയി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും. നീയും പൊക്കോളാം, ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട. ഈ മുരടൻ എവിടെ പോയി കിടക്കുക? വന്നു എവിടെ പോയി കിടക്കായിരുന്നടാ നീ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്ന് ഒളിപ്പിച്ച് താമസിപ്പിക്കാനൊക്കെ നല്ല മിടുക്കാണല്ലോ നിനക്ക്. ഈ വയസ്സ് വന്ന തള്ളക്ക് നേരത്തിന് റമ്മെത്തിക്കാൻ വയ്യല്ലേ? എനിക്കറിയാടോ പേടിക്കണ്ടേ. സുഗന്ധിയുടെ ഉറങ്ങി. അത് ഉറങ്ങട്ടോ, നമുക്ക് 4 നാട്ടുവർത്താനം പറഞ്ഞിരിക്കാം. എന്തേ വെറുതെ അല്ല മോനെ ആ പെൺകുട്ടി വീണ് പോയത്. വാസ്തവത്തിൽ നീ ഒരു ചുള്ളനാ. ആ മൂക്കും കണ്ണും ചിരിയും. മതി, പേടിയുണ്ട്. അല്ലടോ, വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. താനെന്തിനാ അരക്കുപ്പി വാങ്ങിയത്? ഒരു ഫുൾ കുപ്പി വാങ്ങിച്ചൂടായിരുന്നോ? അല്ല, ഈ ഒച്ചെങ്ങനെ? വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു തകരാറുണ്ടോ? 3 എണ്ണം ചെന്നാ ഒച്ച മാറും. പിന്നെ നേരത്തെ പറഞ്ഞ പേടിച്ച് തൂഫാനായി പോയി. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എന്നെ ആരെങ്കിലും ജോലിക്ക് വെക്കോ? വാസ്തവത്തിൽ ഈ ഒറ്റ കാരണം കൊണ്ട് എന്റെ കെട്ടോന്നെ ഇട്ടേച്ചു പോയത്. നാട്ടുകാരെ അയൽവക്കാരൊക്കെ പറയായിരുന്നു 2 പുരുഷന്മാരെ എന്റെ വീട്ടിലെന്നു. പിന്നെ നശിച്ച് കള്ളൂടി അങ്ങനെ നിർത്തിക്കൂടെ ഞങ്ങൾക്ക്? അത് നടക്കൂല. കെട്ടാനുമായിട്ടുള്ള പൊറുതി നിർത്തി കരയോടി നിലനിർത്തി. ഞാൻ ആരാ മോളെ? ഇനി വേറെ കാര്യം മനസ്സിലാക്കിക്കോ. ഇനി 2 എണ്ണം കൂടി ചെന്നാല് ശബ്ദം തീരെ ഉണ്ടാവൂല. പിന്നെ നാളെ സൂര്യൻ ഉദിച്ചേ ഓണാവുള്ളൂ. അത് നല്ലതാ. പറ്റുമെങ്കിൽ പൊലച്ചക്കൻ ഒരു 4 കൊണ്ട് അടിച്ചോളി. അപ്പൊ അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ തന്നെ ചെയ്യണം. എന്താണ് ഒരു ഉസാറില്ലാത്തത്? അമ്മണിയമ്മേ ഓക്കെ, തായം കൊടുക്കി. അല്ല, ഈ അടുക്കളയിലേക്കുള്ള വഴി ഏതാ? ഇതായിരിക്കും. നജീബ് വിളിച്ചില്ലല്ലോ. കല്യാണത്തിന് കണക്കാക്കി ഓനെത്തും. അതുവരെ എന്നെ പൊന്നുപോലെ നോക്കിയോളൂ പറഞ്ഞു എന്നോട്. സെലീനാന്റെ കല്യാണം അതൊന്നും നടക്കണവര് സഹിക്കണേ. ഒച്ച പാടുന്നില്ല, ബോധം ഉണ്ടായാ മതി. ശ്രദ്ധിച്ചോളട്ടോ. ഓ, സലീനാന്റെ കല്യാണം നായിക്ക് 40 വട്ടം പറഞ്ഞു നടന്നിരുന്നില്ലേ സക്കീർ? ഒടുവിലൊന്നും ഒത്തു, നിശ്ചയവും കഴിഞ്ഞു. ഈ ചെങ്ങായിനെ കാണാനില്ല. ഇതെല്ലാം കൂടി എന്റെ തലയിലായില്ലേ ഇപ്പൊ? നിങ്ങളുടെ മോനാണ്, കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. അത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവൂലേ? കുയ്യാപ്പിള പറഞ്ഞോളി.
ശരിക്കിപ്പൊ മൂപ്പർക്ക് എന്താ ജോലി? കണ്ടക്ടർ അല്ലേ? രാത്രിപ്പണി വല്ലതും ഉണ്ടാ? മുഖതാവിൽ പറഞ്ഞു തരും. ദാ ആള് വരണുണ്ട്. അതിനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളി മജുക്ക, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളി. അല്ല അതല്ല, മുമ്പ് നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആള് ഇപ്പൊ നട്ടപ്പാതിരക്ക് കേറി വരുന്നു. കോഴി കൂവ് മുമ്പേ ഇറങ്ങി ചാടി പോവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്താ പ്രസവം അടുത്ത് നിൽക്ക, ആരോഗ്യം ശ്രദ്ധിക്കാം. സെലീനന്റെ കല്യാണക്കാര്യത്തിലെ ഈ ഉത്തരവാദിത്വക്കുറവ് കാണിക്കുന്നു. നിങ്ങക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താ അപ്പൊ അതിനൊരു ഉദാഹരണം പറയാ? ഗവൺമെന്റ് മാതിരി ആവുക. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങള്, ഉത്സാഹങ്ങള്, ആവേശങ്ങള്. ജയിച്ചു പോയാലോ പിന്നെ ആ പറഞ്ഞ ഒന്നും നടക്കേയില്ല, ആ വഴിക്ക് ആളെ കാണുകയില്ല. സെലീനാന്റെ കല്യാണം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നേരത്തിനും സമയത്തിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ണു മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടേണ്ടത് കിട്ടിയപ്പോ പൊട്ടത്തേക്ക് കുട്ടി ഉണ്ടായില്ലേ? കിട്ടേണ്ടത് കിട്ടിയ പൊട്ടത്തിക്കല്ല ആർക്കും ഉണ്ടാവും കുട്ടി. ഉദാഹരണം പറയാൻ വന്നേക്കണ് ബാലാലേ. കുഞ്ഞോ, പേടിച്ചു പോയില്ല. അനക്ക് ഈടെയായിട്ട് ഒരു പേടി കുടുങ്ങിണ്ടല്ലോ. എന്ത് പേടി? ഈ എന്റെ ഉപ്പാനെ ചൊല്ലി സത്യട്. ഏതാടാ പെണ്ണ്? ആര് പറഞ്ഞ്? ഏത് പെണ്ണ്? കുറച്ചീസായില്ലേ ഈ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചോണ്ട് നടക്കണം. ഒളിപ്പിക്കേ? എവിടാ? അന്റെ മനസ്സിലെടോ നിക്ക് തിരിയുന്നുണ്ട്. അന്റെ മനസ്സിലെവിടെയോ ഒരു അസർമുള്ള വിരിഞ്ഞിട്ടുണ്ട്. ആരാത്? ആ ടീച്ചറാ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ടീച്ചർ.